ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ 10 മിനിറ്റിൽ നമുക്ക് 2 സ്നാക്സ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടീസിനൊക്കെ ഒരുപാടേറെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. നമുക്ക് ഇഫ്താറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ശരി, എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. ഒരു ബൗൾ എടുത്തിട്ട് 1/4 കപ്പോളം മൈദപ്പൊടി, 1/4 കപ്പോളം തന്നെ ഗോതമ്പ് പൊടി, രണ്ടും ഒരുപോലെ എടുക്കണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ പത്തിരിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ എരിവില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഗരം മസാലയൊക്കെ ചേർത്താൽ. പിന്നെ 1 ടീസ്പൂണോളം നമുക്ക് കറുത്ത എള്ള് കേട്ടോ, അത് ഓപ്ഷനിലാണ്, നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം കുറച്ചിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ രൂപത്തിലാക്കി എടുക്കാം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കൂല അതേ രീതിയിൽ തന്നെ, ഒരു ലൂസും അല്ല എന്നാൽ കട്ടിയിലും അല്ലാതെ, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ നമ്മൾ റെഡിയാക്കുമല്ലോ, അത്രയും മതി കേട്ടോ. നമുക്ക് കുറച്ച് തിക്ക് രൂപമായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അതാണ് 10 മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടോ. ഇനി മീഡിയം സൈസിൽ നമുക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലും നമ്മുടെ സ്നാക്സ് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഇതുപോലെ നല്ല തിന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ നമ്മുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ ആയിരിക്കണം കേട്ടോ നമ്മുടെ എണ്ണ ചൂടാവേണ്ടത്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഏത് ഓയിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ഈസി സ്നാക്സ് ആണല്ലോ ഇത്. ഇനി തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ തിന്നായിട്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് തിന്നായിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കരുത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നമ്മുടെ ഒണിയനും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒണിയൻ നിങ്ങൾ വിചാരിക്കും ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. നമ്മളിത് ഒരു തവണയെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ ഒണിയൻ റിങ്സ് ഫേവറായിട്ട് മാറുവേ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയാണ്. നമുക്ക് ഒരു ബാറ്റർ കൊണ്ട് 2 വെജികൾ ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പൊട്ടാറ്റോ അതുപോലെ ഒണിയനോ കേട്ടോ. അപ്പോൾ ഇതുപോലെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചായയും കൂടി മാത്രം മതി കേട്ടോ. അരിപ്പൊടിയൊക്കെ ചേർത്തത് കാരണം അധികം നമുക്ക് ഈ സ്നാക്സിൽ അധികം ഓയിലൊന്നും പിടിക്കില്ല കേട്ടോ. ഓയിൽ കുടിക്കുന്നുള്ള ഒരു ഇതൊന്നും വേണ്ട, ഓയിലൊട്ടും പിടിക്കില്ല. നിങ്ങൾക്ക് ഈ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.